ഹായ് ഓൾ. നമ്മൾ കേരള വാട്ടർ അതോറിറ്റിയുടെ ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റ് നടത്തുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇന്ന് നമ്മൾ ഔദ്യോഗികമായിട്ട് പബ്ലിഷ് ചെയ്യുകയാണ്. നമ്മൾ അതിനകത്ത് ഒരേ മാർക്ക് വന്നവരുണ്ട്. അതിൽ തന്നെ സമയം കൂടി കണക്കാക്കിയാണ് നമ്മളുടെ റാങ്ക് ഡിറ്റർമിൻ ചെയ്തിരിക്കുന്നത്. ഇവിടേക്ക് എത്തുമ്പോൾ നമ്മൾ നടത്തിയ സ്കോളർഷിപ്പ് ടെസ്റ്റിൻ്റെ റിസൾട്ട് പ്രകാരം വിപിൻ VP ആണ് ഒന്നാമതായിട്ട് എത്തിയിരിക്കുന്നത്. അദ്ദേഹം 86.67 മാർക്കാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. അടുത്തതായിട്ട് നീതുവാണ്. നീതുവിന് 63.34 മാർക്കാണ് ഇതിൽ കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. മൂന്നാമതായിട്ട് വന്നിരിക്കുന്നത് സൽമാനാണ്. അദ്ദേഹത്തിന് 44.67 മാർക്കാണ് കരസ്ഥമാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിൽ വിപിൻ ബിക്ക് വളരെ വലിയൊരു ആശംസകൾ നേരുകയാണ്. ഇനിയും ഇതുപോലെ തന്നെ പഠനം തുടരുക. നീതുവിനോട് പറയാനുള്ളത്, താങ്കളുടെ പഠനം ശരിയായ ദിശയിലാണ്, പക്ഷെ കുറച്ചും കൂടി എഫേർട്ട് ഇട്ട് മാർക്ക് ഉയർത്തേണ്ടത് അനിവാര്യമാണ്. നല്ലൊരു മാർക്കിലേക്ക് നമ്മൾ കംഫർട്ടബിളായി എത്തേണ്ടതുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയ ഉദ്യോഗാർത്ഥികളോടാണ്, നിങ്ങളെ കൊണ്ടും സാധിക്കുന്ന ഒരു കാര്യമാണ്. കൃത്യമായിട്ട് റെഗുലർ ആയിട്ടുള്ള എഫേർട്ട് ഇട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക. നിങ്ങൾക്കും നല്ലൊരു മാർക്കിൽ നല്ലൊരു റാങ്കിൽ എത്താൻ പറ്റും. കേരള വാട്ടർ അതോറിറ്റിയാണ് ഇതിൽ ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് ധാരാളം നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുള്ളതാണ്. നിലവിൽ തന്നെ ധാരാളം ആൾക്കാർ ഈ ഒരു പോസ്റ്റിൽ താൽക്കാലിക അടിസ്ഥാനത്തിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നിയമനങ്ങൾ നടക്കുമ്പോൾ മാസീവായിട്ടുള്ള നിയമനങ്ങൾ നടക്കുമെന്നാണ് ഉറപ്പിക്കുക. അപ്പം നല്ലൊരു മാർക്കിൽ എത്തിയാൽ നമുക്ക് ടെൻഷൻ ഇല്ലാതെ ഈ ഒരു എക്സാമിനേഷനെ ക്ലിയർ ചെയ്യാൻ പറ്റും. അതിനുള്ള തയ്യാറെടുപ്പുകൾ ഏണസ്റ്റ് അക്കാഡമിയിൽ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കും അതിന്റെ ഭാഗമാകാൻ കഴിയും. അതിന് ഏണസ്റ്റ് അക്കാഡമിയിലെ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാം. ഒപ്പം തന്നെ ഏണസ്റ്റ് അക്കാഡമിയുടെ കോഴ്സുകൾ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നതിനായിട്ട് ഒരു ടെസ്റ്റ് സീരീസ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 100-ലധികം ടെസ്റ്റുകളാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ ഓരോ ടെസ്റ്റുകളും കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. ടോപ്പിക് ബേസ്ഡ് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ സബ്ജക്ട് ബേസ്ഡ് ടെസ്റ്റുകൾ, മൊഡ്യൂൾ ബേസ്ഡ് ടെസ്റ്റുകൾ, അങ്ങനെ ഡിഫറെന്റ് ആസ്പെക്റ്റിൽ നിങ്ങൾക്ക് പഠിക്കുവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളുടെ സ്ട്രെങ്തും വീക്ക്നസും ഇപ്പോൾ തന്നെ മനസ്സിലാക്കിയാൽ ഇനിയുള്ള 70-75 ദിവസങ്ങൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് എക്സാമിനേഷൻ നല്ലൊരു റാങ്കിൽ എത്താനുള്ള അവസരമാണ്. അപ്പോൾ അത് പ്രയോജനപ്പെടുത്തുക. ഈ ഒരു ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യാൻ താഴെ ഒരു ലിങ്ക് ഉണ്ട്, അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഏണസ്റ്റ് അക്കാഡമിയിൽ കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്ററിന്റെ കോഴ്സുകൾ അവൈലബിൾ ആണ്. ഈ ഒരു എക്സാമിനേഷന്റെ ഡേറ്റ് വന്ന സമയത്ത് നമ്മളൊരു മാരത്തോൺ പോലെയാണ് ഇപ്പോൾ ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് നിങ്ങൾക്ക് സമയം എഫക്റ്റ് കൊടുത്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ മെന്റർഷിപ്പ് സപ്പോർട്ടോടുകൂടി തന്നെയാണ് നമുക്ക് മുമ്പോട്ട് പോകുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയാൽ ഈ ഒരു പോസ്റ്റിൽ നിങ്ങൾക്ക് എത്താൻ കഴിയും. അപ്പോൾ എല്ലാവരും പഠിക്കുക, വിജയിക്കുക. അപ്പോൾ കോഴ്സിനെ പറ്റി അറിയാനും മറ്റു വിവരങ്ങൾക്കുമായിട്ട് ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മറ്റ് ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.